ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 5:15 ഞാൻ നേരത്തെ ഉണർന്നു. ഇന്ന് ചേട്ടന് പോകണമായിരുന്നു. അച്ചുവിനും നന്ദുവിനും സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ കാപ്പിക്ക് ദോശയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. ഇന്നത് കുക്കറിൽ വേവിക്കാനായിട്ട് വച്ചു. അത് വേവുമ്പോൾ ഞാൻ ചായക്ക് വെള്ളം വച്ചു. അങ്ങനെ ചായ ഇട്ടു. അച്ചു നന്ദൂട്ടനും എണീറ്റില്ല. അമ്മ എണീറ്റു. അമ്മ എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. 5 മണിയാകുമ്പോൾ അമ്പലത്തിൽ പാട്ടിടും. അപ്പോൾ ആ പാട്ട് കേട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഉണരുന്നത്. നമുക്കിപ്പോൾ എന്നും അത് കേട്ടേ ഉണരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ ചായ എല്ലാവർക്കും ഒഴിച്ചു. അത് കഴിഞ്ഞ് ദോശയ്ക്കുള്ള മാവ് എടുത്ത് കലക്കി വെച്ചു. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ച് ദോശ ചുടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ചേട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ പിന്നെ രാവിലെ കാപ്പി കൊണ്ടുപോകും. അപ്പോൾ തന്നെ ചോറിനുള്ള വെള്ളവും ഞാൻ അടുപ്പിൽ വച്ചു. അത് കഴിഞ്ഞ് ദോശ ചുടാൻ വേണ്ടി എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നന്ദൂട്ടന് സോയാബീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവന് അത് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിനകത്ത് ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അതിനെ നല്ല വൃത്തിയായി കഴുകി അത് വറക്കാൻ വേണ്ടി എടുക്കും. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ചായ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും നേരം വെളുത്തിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയ്ക്ക് വയ്യ, ജലദോഷവും ഒന്നും വന്നിട്ട് കുറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പല്ലുവേദന എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ചായ കൊടുക്കാം. അമ്പലത്തിൽ പോകണതുകൊണ്ട് ഡെയിലി 2 നേരം കുളിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ചൂടുവെള്ളം വച്ചാണ് അമ്മ കുളിക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം കുളിക്കാൻ പറ്റില്ല, എങ്കിൽ പല്ലുവേദന കൂടും. അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് അമ്മ കുളിക്കുന്നത്. അമ്പലത്തിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്കും ചേട്ടൻ പല്ലൊക്കെ തേച്ച് വന്നു. ചേട്ടൻ ചായ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ അമ്മയും ചായ കുടിച്ചു. ഞാൻ കടലക്കറി ശരിയാക്കിയിട്ടുണ്ട്. കടലക്കറിയല്ല, ഗ്രീൻ പീസ് കറി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ദോശ ചുടാൻ വേണ്ടി വച്ചു. ദോശ അമ്മയ്ക്ക് അപ്പോഴത്തേക്കും അമ്മ കുളിച്ചിട്ട് വന്നു. അമ്മയ്ക്ക് 2 ദോശ കൊടുത്തു. ചേട്ടനുള്ളതും ആയി. അപ്പോഴത്തേക്കും ചേട്ടനുള്ള ദോശയും ചുട്ടു വച്ചു. ചേട്ടന് പാത്രത്തിൽ 10 മണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാത്രത്തിലാക്കി വെച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോൾ ഇവിടെ നിന്ന് ദോശയും കടലക്കറിയും ചായയും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഇടവിട്ട് മഴയുണ്ട് ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചേച്ചിയുടെ പറമ്പിൽ നിറച്ച് പാഷൻ ഫ്രൂട്ടുണ്ട്. അത് നന്ദൂട്ടനും അച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അവരെപ്പോഴും എടുത്തുകൊണ്ട് വയ്ക്കും. ഇതിപ്പോൾ ചേട്ടൻ എടുത്തുകൊണ്ട് വെച്ചതാണ്. അപ്പോഴത്തേക്കും നന്ദൂട്ടൻ ഉണർന്നു വന്ന് കുറച്ച് നേരം ഇങ്ങനെ കൊച്ചി ടി വിയും കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇന്ന് അവന് ഓണം എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ടൊന്ന് അമ്പൂറ്റിയൊക്കെ കണ്ടു വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ രാവിലെ കുളിച്ച് അമ്പൂറ്റിയെ കണ്ടു. അത് കഴിഞ്ഞ് 8:30 ആയപ്പോൾ അവൻ്റെ വണ്ടി വന്നു, അവൻ പോയി. 9 മണിയായപ്പോൾ അച്ചുവിൻ്റെ വണ്ടിയും വന്നു, അവളും പോയി. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ദോശയും ഗ്രീൻ പീസ് കറിയും ചായയും കൂടെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിരുന്നു. ചേച്ചിയോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞു റേഷൻ കടയിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഇന്ന് നടന്നാണ് റേഷൻ കടയിൽ പോയത്. ഇതാണ് റേഷൻ കടയിൽ പോണ വഴി. അപ്പോൾ നല്ല രസമാണ് ഇതിലേ കൂടെ പോകാൻ വേണ്ടിയിട്ട്. റബ്ബറും മരച്ചീനിയും തോടും എല്ലാം ഉണ്ട്. ഈ തോട് നേരെ കരമനയാറിലാണ് പോകുന്നത് ഒഴുകി. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് വെള്ളം ഉള്ളത്, അല്ലെങ്കിൽ വെള്ളം കാണൂല. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും റേഷൻ കടയിൽ പോകുമ്പോൾ ഇതിലേ കൂടെ നടന്നാണ് പോകുന്നത്. നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ്റെ വീട് കാണാം. അത് കാണിച്ചു തരാം. നമുക്ക് റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് മെയിൻ റോഡുണ്ട്, അതിലേ കൂടെ പോവാം. പക്ഷേ നമുക്ക് എൻ്റെ വീട് കഴിഞ്ഞ് ഇത് ഷോർട്ട് കട്ടാണ്. ഇതിലേ കൂടെ പോയാൽ പെട്ടെന്ന് എത്തും. ഇതിലേ കൂടെ വണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഇതിലേ കൂടെ അങ്ങ് പോവും. ഇതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇതിലേ കൂടെ തന്നെ പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാനും. കിളികളുടെ ഒച്ചയും എല്ലാം ഉണ്ട്. നമ്മൾ വെള്ളനാടൊക്കെ പോകുമ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി പോയി മുകളിൽ കയറി നിൽക്കുമ്പം ബസ്സോ ഓട്ടോയോ എന്തെങ്കിലും വരും. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് വെള്ളനാടൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, അതാണ് എൻ്റെ ചേട്ടൻ്റെ വീട്. അവിടെ ചേട്ടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. വീടിൻ്റെ ഫ്രണ്ടല്ല, ഇത് ബാക്ക് സൈഡാണ്. വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് അപ്പർ സൈഡിലാണ്.
ആ സൈഡ് റോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു നല്ലൊരു തേരിയാണ്, ഒരു കുത്തു തേരി. ആ തേരി കയറിയാണ് അവിടെ മെയിൻ റോഡിലെത്തുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഓരോന്ന് പറഞ്ഞ് ആ റോഡേ കയറി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്നത് നമ്മൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാണിക്കപ്പെട്ടിയാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പോസ്റ്റ് ഓഫീസുണ്ട്. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയാൽ മതി, റേഷൻ കടയിലെത്തും. ഇവിടെ നിൽക്കുമ്പോഴാണ് ഓട്ടോയും ബസ്സൊക്കെ വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഓട്ടോ കയറി ആണ് നമ്മൾ വെള്ളനാടൊക്കെ പോകുന്നത്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇതിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്, പിന്നെ സോളാറിൻ്റെ ഒരു ഏജൻസി ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ATM ഉണ്ട്. ഇന്ന് ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ റേഷൻ കടയിൽ പോകാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അമ്മയും ചേട്ടനും കൂടെയാണ് മിക്കപ്പോഴും വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വയ്യാന്ന്, അതുകൊണ്ടാണ് അമ്മ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ചേച്ചി രാവിലെ വിളിച്ചു, നമുക്ക് രണ്ടുപേരും കൂടെ പോവാം വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, റേഷൻ കടയിൽ വന്നിട്ട് ഒരുപാട് ദിവസമായി. അമ്മ വരുന്നതുകൊണ്ട് ഞാൻ വരാറില്ല. 8 മണി കഴിഞ്ഞാൽ ഇവിടെ കടകളൊക്കെ തുറക്കുകയുള്ളൂ. റേഷൻ കട മാത്രം 8 മണിക്ക് തുറക്കും. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പിള്ളേരെ ആക്കി ഉടനെ വന്നതാണ്. അപ്പോൾ രാവിലെ വന്നാൽ പിന്നെ കുഴപ്പമില്ല. ഓട്ടോ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും ചേട്ടൻ എവിടെന്നോ ഒരു ചക്ക കൊണ്ടുവന്നു. അതിനെ ഞാനും അമ്മയും കൂടെ ചേർന്ന് നന്നാക്കി. അപ്പോൾ മറ്റന്നാൾ ബുധനാഴ്ച വാവുബലിയാണ്. അപ്പോൾ നാളെ ഒരിക്കലാണ്. അപ്പോൾ ചക്ക എരിശ്ശേരിയാണ്. അതിനാണ് ചേട്ടൻ ചക്ക കൊണ്ടുവന്നത്. ഞാനും ചേട്ടനും വാവുബലി നോക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലാണ്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 15 വർഷമായി. അപ്പോൾ ഞാൻ ബലിയിടും, ചേച്ചി ഇടും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ചക്ക നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു, നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ സ്ഥിരമായിട്ട് ചക്ക കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഇത് കുറച്ചെടുത്ത് മാറ്റി വെച്ചു, ബാക്കി ഞാൻ അരിഞ്ഞെടുത്തു. ഇന്ന് ചേട്ടൻ എരിശ്ശേരി വയ്ക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അരിഞ്ഞെടുത്തു. അമ്മ ബാക്കിയെല്ലാം നന്നാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നന്ദൂട്ടൻ വന്നു. 3:30 മണിയായി ഏകദേശം. ഞങ്ങൾ ഇതിനിടയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ചേട്ടൻ ഇന്ന് വീട്ടിലുള്ളത് കൊണ്ട്, നേരത്തെ വന്നതുകൊണ്ട് അവനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അല്ലെങ്കിൽ 5 മണിയാവും വരുമ്പോൾ. അപ്പോൾ ഇന്ന് അവൻ വന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനത് കഴിച്ചു. അവനും ഉണ്ടായിരുന്നു, അവൻ കഴിച്ചില്ല. അച്ചു വന്നിട്ടേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ എൻ്റേതാണ് പകുതി കഴിച്ചത്, പകുതിയെ ഞാൻ കഴിച്ചുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പല്ലുവേദന ആയതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തില്ല. നന്ദൂട്ടൻ ചേട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്നാക്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.